നമ്മുടെ ആ ഈഗോ കാരണം, നമ്മുടെ ആ സെൽഫ് കാരണം, ആ സ്വയം ഞാൻ എന്തോ ആണ്, ഞാൻ ചെയ്തതിൻ്റെ ബാക്കിയായിട്ടൊക്കെ എനിക്ക് മതി, ആരുടെയും ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. ചില സാഹചര്യങ്ങളിലൊക്കെ പറയാറുണ്ടല്ലോ, ആരുടെയും ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ദൈവം മുൻപാകെ വരുമ്പോൾ ദൈവത്തിൻ്റെ നീതിയെ ഒരു മനുഷ്യനും തൻ്റെ പ്രവർത്തികളും കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയാതെ വണ്ണം എല്ലാ വായും അടഞ്ഞു പോകുകയാണ്. നാം അർഹിച്ചത് ദൈവം നമ്മളോട് ചെയ്തിട്ടില്ല. അതാണ് മേഴ്സി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ദയ. എന്നാൽ അതേസമയം ഞാൻ അർഹിക്കാത്ത നന്മ എന്നിലേക്ക് ദൈവം തന്നു. അതാണ് കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നത്. ഇതൊന്ന് സ്വീകരിക്കണമെങ്കിൽ തന്നെ ആഴമായ ഒരു താഴ്മ, ഒരു ബ്രോക്കൺനെസ് നമ്മുടെ ഉള്ളിൽ ഒന്നാമതായി വരണം. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നതിൻ്റെ പുറത്താണ് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് എന്നൊരു ചിന്ത അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് കയറി വരിക. അനേക ചിത്രങ്ങൾ ദൈവവചനത്തിലുണ്ട്. മറിയയുടെ ഒരു ചിത്രം, ഈ കൃപ മനസ്സിലാക്കാൻ. ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു അവൾ. എന്താണ് അവൾക്ക് അവളെക്കുറിച്ച് തന്നെ പറയാനുള്ളത്? ഒന്നുമില്ല. ഷീ വാസ് എ ഹംബിൾ വുമൺ. ആ നാട്ടിലെ ഒരു സാധാരണ പെൺകുട്ടി. എന്നാൽ ദൂതൻ വന്ന് അവളോട് പറഞ്ഞത്, യു ആർ ഹൈലി ഫേവേർഡ്, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. അവൾ അർഹിച്ചതല്ല, ദൈവത്തിൻ്റെ കണ്ണിൽ അവൾ പെട്ടു. ഒരു താഴ്മയുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അവൾ. ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാൻ കഴിവുള്ള ഒരു പാത്രമായിരുന്നു അവൾ എന്നൊരു ഗുണം മാത്രമേ അവളെക്കുറിച്ച് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഈ നല്ല വാർത്ത അവളോട് പറയുകയാണ്. ഓ പുരുഷനെ അറിയാത്ത എന്നിൽ ഇതെങ്ങനെ സാധ്യമായി തീരും എന്നൊരു ചോദ്യം അവൾ ചോദിച്ചു. എങ്കിലും ദൂതൻ പറഞ്ഞ വാക്കുകളുടെ മുൻപിൽ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹംബിൾ ആറ്റിറ്റ്യൂഡാണ്. അന്ന് ആ ദൈവപ്രവൃത്തി അവളുടെ ഉദരത്തെ തൊട്ടു. അതിൻ്റെ ആ മെക്കാനിസം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ ഒരു പെണ്ണ്, ആരും അറിയാതെ കിടന്ന ഈ ഒരു പെണ്ണ് ചരിത്ര സംഭവമായി മാറുകയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല എന്നുള്ളത് നാം രക്ഷിക്കപ്പെടുന്ന ആദ്യ ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദി ആർട്ട് ഓഫ് അബൻഡന്റ് ലിവിങ് പോഡ്കാസ്റ്റിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ ഗ്രേസ് അവേക്കനിങ്, ദൈവത്തിൻ്റെ കൃപ. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയത്? അതെൻ്റെ ജീവിതത്തിൽ ഏറെ സ്വസ്ഥത കൊണ്ടുവന്ന ഒരു വിഷയമായി, സ്വാതന്ത്ര്യം കൊണ്ടുവന്ന ഒരു വിഷയമായി എങ്ങനെ മാറി എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് പങ്കുവെക്കണം എന്നാഗ്രഹിക്കുന്നത്. രഹസ്യസ്ഥലം എന്നൊരു വലിയ മർമ്മം കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. വലിയൊരു അനുഗ്രഹത്തിൻ്റെ വിഷയമാണത്. കേട്ടിട്ടില്ലാത്തവരെല്ലാം ആ എപ്പിസോഡ് കേൾക്കണമേ. എന്നാൽ ആ രഹസ്യ സ്ഥലങ്ങളിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ ഏറ്റവും ആദ്യ കാലങ്ങളിൽ തന്നെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനോട് ഓൾമോസ്റ്റ് ചേർത്ത് വെച്ച രീതിയിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു വലിയ സത്യമാണ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എന്നൊരു വിഷയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനുഷിക മനസ്സുകൾക്ക് ഇത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ലൈക്ക് ദി അഗാപ്പെ ലവ് ഓഫ് ഗോഡ്. മാനുഷിക സ്നേഹം എന്ന് പറയുമ്പോൾ അതെപ്പോഴും നമ്മൾ അർഹിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, കണ്ടീഷണലാണ്.
നമ്മളെല്ലാം നല്ല രീതിയിൽ ചെയ്ത് മറ്റൊരു വ്യക്തിയുടെ കണ്ണിൽ നാം നല്ലവരായിരിക്കുമ്പോൾ, നാം അങ്ങോട്ട് നന്മ ചെയ്യുമ്പോൾ തിരിച്ച് അവർ നമുക്ക് നന്മ ചെയ്യുകയും നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹമോ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി. ഈ സ്നേഹം ലഭിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്തായിരുന്നാലും ആ വ്യക്തിയെ ഉയർത്തുന്ന വിധത്തിൽ അവരിലേക്ക് കടന്നു ചെല്ലുന്ന വ്യവസ്ഥകളില്ലാത്ത ഒരു നന്മയാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതേപോലെ ദൈവവചനം പഠിപ്പിക്കുന്ന വലിയൊരാശയമാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്ന കാര്യം. അപ്പം നമ്മളെല്ലാം ശീലിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമുക്കൊരു റിവാർഡ് കിട്ടുക, അല്ലെ ശമ്പളം കിട്ടുക എന്നൊരു കാര്യമാണ് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പരിചയിച്ചിരിക്കുന്നത്. ഞാനൊരു മാസം മുഴുവൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. അത് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അവരതിൻ്റെ ശമ്പളം എനിക്ക് തരുന്നു, അല്ലെങ്കിൽ ആ വർക്കിന് വേണ്ടിയുള്ള ഒരു പേയ്മെൻ്റായിട്ട് അവരെനിക്ക് തരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അത് മനസ്സിലാകും. ഞാൻ ചെയ്തു കൊടുത്തു, അതിൻ്റെ ഒരു പേയ്മെൻ്റായിട്ട് അവരെനിക്ക് ചില കാര്യങ്ങൾ തന്നു. എന്നാൽ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഒരിക്കലും അർഹിക്കുന്നില്ല, എന്നിട്ട് പോലും എന്നിലേക്ക് വരുന്ന നന്മകൾ, എന്നിലേക്ക് വരുന്ന ധനങ്ങൾ, ഇതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കർത്താവിനെ അറിഞ്ഞു വരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യം വെളിപ്പാടുകളായി വന്ന ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ നിന്നുമായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ ആദ്യം സുവിശേഷങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ അത് സിമ്പിളാണല്ലോ. അപ്പം അതൊക്കെ വായിച്ചായിരിക്കും നമ്മൾ പതുക്കെ ലേഖനങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്തോ അതിൻ്റെ ഒരു ആരംഭം ഇങ്ങനെയായിരുന്നു. എഫേസ്യ ലേഖനം, അത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ അത് ഇച്ചിരി തിയോളജിക്കലി ടഫായിട്ടുള്ള ഒത്തിരി ആത്മീക സത്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ലേഖനങ്ങളാണത്. ക്രിസ്തുവിൽ നമ്മുടെ സ്ഥാനം, കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. അതിങ്ങനെ വായിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ കണ്ണുകളെ തുറക്കുകയാണ്. അന്ന് ഈ വചനം പറഞ്ഞു തരാനോ പഠിപ്പിക്കാനോ ഒന്നും ആരുമില്ല. നമ്മൾ ആ 11ാം ക്ലാസ് പഠിക്കുന്ന ഒരു പ്രായമാണ്, മുറിക്കകത്തിരിക്കുകയാണ്, വലിയ വേദങ്ങൾ പഠിച്ചുള്ള പരിചയങ്ങളില്ല, തിയോളജിക്കൽ ടെർമിനോളജീസ് നമുക്കറിയത്തില്ല. പക്ഷെ അന്നും ഒരു നല്ല കാര്യമുണ്ടായിരുന്നു, ഞങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. എൻ്റെ ബ്രദർ അദ്ദേഹം അന്ന് ഇടയ്ക്ക് അവധിക്കൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് പോലെ കൊണ്ടുവരുന്ന സംഗതികൾ ഈ പുസ്തകങ്ങളായിരുന്നു. ഞാൻ ഇന്നത് വായിച്ചു, അല്ലെങ്കിൽ ഇന്നതൊരു നല്ല പുസ്തകമാണെന്ന് പറഞ്ഞു എന്ന് വെച്ച് ഞങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മളിന്ന് ജനിച്ചിട്ടില്ല, 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ക്രൂശിൻ്റെ മേൽ എനിക്ക് വേണ്ടി ചെയ്ത ആ വലിയ പ്രവൃത്തി, അതിക്രമത്തിലും പാപത്തിലും നാം മരിച്ചിരുന്നപ്പോൾ തന്നെ നമ്മളോട് കരുണ തോന്നി തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് മറുവിലയായി എൻ്റെ മേൽ വരേണ്ടിയ ആ വലിയ ശിക്ഷ ക്രിസ്തു തൻ്റെ മേൽ വഹിക്കുകയാണ്. യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ അത് വഹിക്കുകയാണ്. ആ കഷ്ടത ഏറ്റെടുക്കുകയാണ്, ആ മുറിവുകൾ ഏറ്റെടുക്കുകയാണ്. താനൊരു പാപമായി തീരുകയാണ്, താനൊരു ദരിദ്രനായി തീരുകയാണ്, ആ ശാപമായി തീരുകയാണ്. എന്തിനു വേണ്ടി? ഇതൊരു മനുഷ്യൻ്റെ മനസ്സിനൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സത്യമാണിത്. വൈ ഗോഡ്, വൈ? ഇതെല്ലാം തൻ്റെ മേൽ ഏറ്റെടുത്ത് ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം എന്നെ അനുഗ്രഹിക്കുകയാണ്.
ഈ യേശുവിലൂടെയുള്ള യാഗം ഞാൻ സ്വീകരിക്കുമ്പോൾ, യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ, എൻ്റെ പാപങ്ങളെയെല്ലാം ഫ്രീ ആയിട്ട് ക്ഷമിച്ചു തരികയാണ്. സൗജന്യമായി എന്നോട് ക്ഷമിച്ചു തരികയാണ്. മാത്രമല്ല, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിനോടുകൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ എന്നെ ഇരുത്തുകയാണ്. ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്നൊരു വലിയ പദവി എനിക്ക് തരികയാണ്. തൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് ദാനമായി നൽകുകയാണ്. ഈ ലോകത്തിൽ പാപത്തിൻ്റെ ശമ്പളമായി കിട്ടുന്ന മരണത്തിന് പകരം നിത്യജീവൻ എനിക്ക് നൽകുകയാണ്. ഒരിക്കലും ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്ത നിത്യജീവൻ്റെ ഉടമയാക്കി മാറ്റുകയാണ്. സ്തോത്രം. അനുഗ്രഹിച്ച് എന്നെ അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവിടമാക്കി മാറ്റുകയാണ്. ദൂരസ്ഥരായ നമ്മെ സമീപസ്ഥരാക്കി ദൈവമാക്കി തീർക്കുകയാണ്. ആ നടുക്കുള്ള മതിൽ, ദൈവത്തിൽ നിന്നും എന്നെ ദൂരത്ത് മാറ്റി നിർത്തിയ ആ വലിയ മതിലിതാ നീങ്ങിപ്പോകുന്നു. ഏത് സമയത്തും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ ജീവനുള്ള ഒരു വഴി എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇനിയും ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ദൈവം എൻ്റെ പിതാവായി തീർന്നിരിക്കുന്ന ആ വലിയ പദവിയിലേക്ക് എന്നെ അങ്ങ് ഉയർത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ദൈവമേ, ഇതെല്ലാം നീ എനിക്ക് ചെയ്ത് തരുന്നതിന് എന്തിനാ ദൈവമേ നീ ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നത്? ഇത് അർഹിക്കത്തക്കതുപോലെ നീ എന്നിൽ എന്ത് കണ്ടു, ഞാൻ എന്ത് ചെയ്തു? കാരണം ഒരു മാനുഷിക കാൽക്കുലേഷനിൽ എപ്പോഴും അങ്ങനാണല്ലോ. നമുക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിരിക്കണം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഈഗോ സാറ്റിസ്ഫൈഡ് ആകുന്നത് അപ്പോഴാണ്. എനിക്ക് ഫ്രീ ആയിട്ട് ഒരാൾ കുറേ കാര്യങ്ങളങ്ങ് ചെയ്തു എന്ന് പറയുമ്പോൾ നന്ദിക്ക് പകരം ആദ്യമേ നമ്മുടെ ഉള്ളിലൊരു സംശയമാണ് വരുന്നത്. ഇതിൻ്റെ പിന്നിൽ ഇനിയും വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ? കാരണം ഒരു ഉദ്ദേശവുമില്ലാതെ ഞാനൊരിക്കലും ഈ ബെനിഫിറ്റുകൾ അർഹിക്കാത്ത എന്നിലേക്ക് എന്തുകൊണ്ട് ഈ നന്മകൾ, ഈ അനുഗ്രഹങ്ങൾ ഒഴുകി വരുന്നു? പ്രൈസ് ഗോഡ്. ഇതുമായിട്ട് അല്ലേ എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം ഒരുപാട് മല്ലിട്ട സമയങ്ങളെ ഇതൊന്ന് ഗ്രഹിക്കാൻ, ഇതുള്ളിലേക്കൊന്ന് സിങ്കായി വരാൻ, അല്ലേ, ഇതൊന്ന് ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ, ഒരിക്കലും അർഹിക്കാത്ത നന്മകൾ എന്നിലേക്ക് ഒഴുക്കിവിടുന്ന ആ ദൈവപ്രവൃത്തി, ആ ദൈവസ്നേഹം, അതാണ് കൃപ. God's riches at Christ's expense. ദൈവത്തിൻ്റെ ധനം ക്രിസ്തു മുഖാന്തരം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുക്കിവിടുന്ന ആ പ്രവൃത്തി സൗജന്യമായി. ഞാനതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. ഒരു കാലത്തും എനിക്കതിനു വേണ്ടിയുള്ള യോഗ്യതയില്ല, ഞാനത് അർഹിച്ചിട്ടില്ല. എന്നിട്ട് പോലും എന്നിലേക്ക് വരുന്ന ആ ദൈവീക അനുഗ്രഹങ്ങൾ, അതാണ് ദൈവത്തിൻ്റെ കൃപ. പ്രൈസ് ഗോഡ്. ഇതൊന്ന് റിസീവ് ചെയ്യാൻ തന്നെ മനുഷ്യന് പാടാണ്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ് ഇസ് ടു ഗുഡ് ടു ബി ട്രൂ. ചില കാര്യങ്ങൾ അങ്ങനല്ലേ. ഇന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ ഒരാളങ്ങ് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്കതിൻ്റെ ആവശ്യമില്ലാതിരിക്കുമ്പോഴല്ല, ഞാൻ അങ്ങേയറ്റത്തെ കടത്തിനകത്ത് കിടന്ന് നാളെ പ്രഭാതം എങ്ങനെ ഫേസ് ചെയ്യും എന്ന് പോലും അറിയാൻ മേലാതെ ഏറ്റവും ടെൻസ്ഡായിട്ട്, ഏറ്റവും സ്ട്രഗിളിൽ, ഡിസ്ട്രസ്സിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത്, ഞാനുമായിട്ടൊരു ബന്ധവുമില്ലാതെ, പരിചയവും മുൻപരിചയങ്ങളും ഒന്നുമില്ലാതെ ഒരു വ്യക്തി എനിക്ക് വേണ്ടി ഇത്ര വലിയൊരു നന്മ ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒത്തിരി ഉദാഹരണങ്ങളിലൂടെ നമുക്കിത് പ്രായോഗികമായിട്ട് ഗ്രഹിക്കാൻ കഴിയും. ഞാനൊരു വലിയ കുറ്റം ചെയ്തു, ഒരു കൊലപാതകം നടത്തി എന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയുള്ള ഒരു കോടതി വിധി എൻ്റെ മേൽ വന്നിരിക്കുകയാണ്. ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഈ കുറ്റം ചെയ്തതിൻ്റെ വിധി പ്രകാരം, അല്ലേ,
മരണശിക്ഷ എൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. എനിക്കൊന്നും പറയാനില്ല, കാരണം ഞാൻ ചെയ്തതിൻ്റെ ബാക്കിയായി ഞാൻ അനുഭവിക്കേണ്ടിയ ശിക്ഷ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ആർക്കും ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വാർത്ത, നിയമപ്രകാരം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും എനിക്ക് പകരമായി ഇതാ വേറെയൊരു വ്യക്തി ആ ശിക്ഷ തൻ്റെ മേലേറ്റെടുക്കുന്നു എന്ന് ഒരു തീരുമാനം വന്നിരിക്കുന്നു. കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു. നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് ഒരു ഉത്തരവ് ഒരു ദിവസം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊരു മനുഷ്യൻ്റെ മനസ്സിൽ എങ്ങനെ ഗ്രഹിക്കും? ഞാൻ പറയട്ടെ, the good news is so good that we find it difficult to believe. നമ്മുടെ ആ ഈഗോ കാരണം, നമ്മുടെ ആ സെൽഫ് കാരണം, ആ സ്വയം ഞാൻ എന്തോ ആണ്, ഞാൻ ചെയ്തതിൻ്റെ ബാക്കിയായിട്ടൊക്കെ എനിക്ക് മതി എന്ന് നമ്മുടെ ഒരു ഈഗോയുടെ പാർട്ടാണ്. ആരുടെയും ഔദാര്യമൊന്നും എനിക്ക് വേണ്ട എന്ന് നമ്മൾ സാധാരണ ചിലപ്പം ചില സാഹചര്യങ്ങളിലൊക്കെ പറയാറുണ്ടല്ലോ. ആരുടെയും ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് മതി. അതൊരു ഹ്യൂമൻ ഈഗോയെ ഭയങ്കരമായി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ചിന്താഗതിയാണത്. ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് ശമ്പളം തരുന്നു, ആരുടെയും ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ദൈവം മുൻപാകെ വരുമ്പോൾ എല്ലാ നാവും എല്ലാ വായും അടഞ്ഞു പോകുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ നീതിയെ ഒരു മനുഷ്യനും തൻ്റെ പ്രവർത്തികളും കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയാതെ വണ്ണം എല്ലാ വായും അടഞ്ഞു പോകുകയാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീരുകയാണ്. മരണം എന്നൊരു ശമ്പളം, മരണം എന്നൊരു വലിയ വിധിയാണ് എല്ലാ മനുഷ്യരുടെയും മുൻപിൽ നിൽക്കുന്നത്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ, ഈ സ്നേഹമുള്ള ദൈവം, യെസ്, ദിസ് ഗുഡ് ന്യൂസ് ഈസ് ടു ഗുഡ് ടു ബിലീവ്. ഇറ്റ് ഈസ് സോ ഗുഡ്, സോ സിമ്പിൾ, സോ ഫുൾ ഓഫ് ലവ്, സോ ഡിവൈൻ ദാറ്റ് ഹ്യൂമൻ ലെവലിൽ നമുക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ഇതിങ്ങനെ ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഹ്യൂമൻ ലെവലിൽ മനുഷ്യരുടെ ഇടയിൽ തമ്മിൽ നമുക്കിങ്ങനത്തെ ഇടപാടുകളൊന്നുമില്ല. ബട്ട് ലെറ്റ് മീ ടെൽ യു, ദിസ് ഇസ് വാട്ട് ഗോഡ് ഈസ്. നാം അർഹിച്ചത് ദൈവം നമ്മളോട് ചെയ്തിട്ടില്ല. അതാണ് മേഴ്സി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ദയ. ഞാൻ ശരിക്കും അർഹിച്ചത് ദൈവം എന്നോട് ചെയ്തിട്ടില്ല. അതാണ് ദൈവത്തിൻ്റെ ദയ അല്ലെങ്കിൽ മേഴ്സി എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഞാൻ അർഹിക്കാത്ത നന്മ എന്നിലേക്ക് ദൈവം തന്നു. അതാണ് കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നത്. ഇതൊന്ന് സ്വീകരിക്കണമെങ്കിൽ തന്നെ ആഴമായ ഒരു താഴ്മ, ഒരു ബ്രോക്കൺനെസ് നമ്മുടെ ഉള്ളിൽ ഒന്നാമതായി വരണം. ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ സെക്കൻഡിലാണെന്ന് തോന്നുന്നു, സെക്കൻഡ് തേർഡ് എപ്പിസോഡുകളിലൊക്കെ ഈ ഒരു ബ്രോക്കൺനെസ്സിനെ കുറിച്ച്, ആത്മാവിലുള്ള ദാരിദ്ര്യം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ സമ്പന്നരായിരിക്കുമ്പോൾ ഞാനെന്തോ ആണ്, എനിക്കാരുടെയും ആവശ്യമില്ല, എനിക്കാരുടെയും ഔദാര്യം വേണ്ട, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്നൊരു ഭാവമുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹവും അനുഗ്രഹവും നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോകുന്നത്. ശരിക്കും ഈ രക്ഷ സ്വീകരിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു തകർന്ന, ഞുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയം. എനിക്കെന്നെ തന്നെ സഹായിക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ, എനിക്ക് തന്നെ ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ല, ദൈവമേ എനിക്ക് നിന്നെ വേണം. നമ്മളിങ്ങനെ പറയുമല്ലോ, ഈ മുങ്ങിത്താഴാൻ പോകുന്ന അല്ലെ, സ്വിമ്മിങ് ഒന്നും അറിയാൻ മേലാത്ത ഒരു വ്യക്തിയാണ് ഒരാൾ വെള്ളത്തിൽ മുങ്ങി പോകുന്നു എന്ന് വിചാരിക്കുക. അവരെ സഹായിക്കാൻ ഒരു വ്യക്തി ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ആ മുങ്ങിപ്പോകുന്നു എന്നൊരു വെപ്രാളത്തിനകത്ത് മാക്സിമം കൈയും കാലും എടുത്തിട്ട് അടിക്കുകയാണ് ഈ വ്യക്തി. ഒരാൾ സഹായിക്കാൻ ചെന്നാൽ പോലും അവർക്കങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടാണ്.
എന്നാൽ ആദ്യത്തെ ആ വെപ്രാളമൊക്കെ കഴിഞ്ഞ് കയ്യും കാലും ഒക്കെ ഇട്ടടിച്ച് ക്ഷീണിച്ച് തളർന്ന് ഇനിയും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു സമയത്താണ് രക്ഷിക്കാൻ പോകുന്ന ആൾക്ക് കൈ പിടിച്ച് കരയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത്. ഇതെത്രയോ സത്യമാണ്. ഈവൺ നമ്മുടെ സ്പിരിച്വൽ ലൈഫിനകത്ത് പോലും നമ്മൾ രക്ഷിക്കപ്പെട്ടു, അതിനുശേഷവും ദൈവത്തിൻ്റെ കൃപ എന്നൊരു വലിയ പ്രൊവിഷൻ, അതിൻ്റെ യാഥാർത്ഥ്യം അത് ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ട് വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോയി ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നതിൻ്റെ പുറത്താണ് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് എന്നൊരു ചിന്ത അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് കയറി വരിക. നമ്മുടെ ജീവിതം ഒരു സ്ട്രഗിളാണ്. ഈ വലിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചതിന് ശേഷവും നമുക്കൊരു സ്വസ്ഥതയില്ല. നമ്മൾ സ്ട്രഗിളിങ്ങാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ എനിക്ക് ഈ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അറിയാതെ അല്ലേ, വീണ്ടും കൃപയിൽ ആരംഭിച്ചിട്ട് ന്യായപ്രമാണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അറിയാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ഗോഡ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ ദൈവത്തിൻ്റെ സ്വസ്ഥത, അതിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ അതിലേക്ക് സഹായിച്ച ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ, അതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ, അത് ജീവിതത്തിലൊന്ന് അനുഭവിക്കുവാൻ കഴിയുക. ജസ്റ്റ് റിസീവ്. ദൈവം തരുന്നതിനെ അല്ലേ രണ്ട് കൈയും നീട്ടി, അതിനെ ഞാൻ വിശ്വാസമായിട്ടാണ് കാണുന്നത്. വാട്ട് ഈസ് ഫെയ്ത്ത്? ദൈവം കൃപയാൽ നൽകുന്നത് കൈനീട്ടി സ്വീകരിക്കുക. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്തും അതിനുശേഷവും ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഗോഡ്സ് ഗ്രേസ്. ഗോഡ്സ് ഗ്രേസ്. ഒന്നും ഞാൻ അർഹിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു എന്ന് പറയുവാൻ ഒരവസരം വരത്തില്ല. പ്രവർത്തികൾ അതിന് കാരണമല്ല. കാരണം നാളെ ഒരു ജഡവും ദൈവം മുൻപാകെ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെയാണ് ദൈവം ഇങ്ങനെയൊരു സിസ്റ്റം നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക, ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. വരുംകാലങ്ങളിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനം ഇന്നതെന്ന് വെളിപ്പെടേണ്ടതിന് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ഗുണമോ നമ്മുടെ കഴിവോ നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നോ നമുക്കെന്ത് ചെയ്യാൻ കഴിയത്തില്ല എന്നൊന്നും നോക്കിയിട്ടല്ല. ടു മാനിഫെസ്റ്റ് ദ മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയുടെ പ്രദർശനശാലകളായി നാം ആയിത്തീരേണ്ടതിന് ക്രിസ്തുയേശുവിൽ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം നമ്മളെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. ദൈവം നമ്മെ അലങ്കരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതൊക്കെയും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ചെയ്തെടുക്കുവാൻ ദൈവം ബന്ധപ്പെടുകയാണ്. എന്നാൽ എന്താ ഇതിന് വേണ്ടുന്നത്? താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും. അത്ര സിമ്പിളാണത്. അഹങ്കാരികളെ ദൈവം എതിർക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്കോ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. ദ ഹംബിൾ receive the grace of God, or God gives grace to the humble but resists the proud. അത്ര സിമ്പിളാണത് അല്ലേ? മറിയയുടെ ഒരു ചിത്രം, അനേക ചിത്രങ്ങൾ ദൈവവചനത്തിലുണ്ട്. മറിയയുടെ ഒരു ചിത്രം ഈ കൃപ മനസ്സിലാക്കാൻ. ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു അവൾ. എന്താണ് അവൾക്ക് അവളെക്കുറിച്ച് തന്നെ പറയാനുള്ളത്? ഒന്നുമില്ല. ഷീ വാസ് എ ഹംബിൾ വുമൺ. ആ നാട്ടിലെ ഒരു സാധാരണ പെൺകുട്ടി. എന്നാൽ ദൂതൻ വന്ന് അവളോട് പറഞ്ഞത്, യു ആർ ഹൈലി ഫേവേർഡ്, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. അവൾ അർഹിച്ചതല്ല, ദൈവത്തിൻ്റെ കണ്ണിൽ അവൾ പെട്ടു. ഒരു താഴ്മയുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അവൾ. ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാൻ കഴിവുള്ള ഒരു പാത്രമായിരുന്നു അവൾ എന്നൊരു ഗുണം മാത്രമേ അവളെക്കുറിച്ച് പറയാനുള്ളൂ.
അല്ലേ? ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഈ നല്ല വാർത്ത അവളോട് പറയുകയാണ്. ഓ പുരുഷനെ അറിയാത്ത എന്നിൽ ഇതെങ്ങനെ സാധ്യമായി തീരും എന്നൊരു ചോദ്യം അവൾ ചോദിച്ചു. എങ്കിലും ദൂതൻ പറഞ്ഞ വാക്കുകളുടെ മുൻപിൽ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹമ്പിൾ ആറ്റിറ്റ്യൂഡാണ് അവിടെ നമ്മൾ കാണുന്നത്. അന്ന് ആ ദൈവപ്രവൃത്തി അവളുടെ ഉദരത്തെ തൊട്ടു. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ അവളുടെ ഉള്ളിൽ ആ ദൈവപ്രവൃത്തി ആരംഭിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഒത്തിരി മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ശ്രമിച്ചാലാണ് മറിയയ്ക്ക് തന്നിൽ തന്നെ ഇങ്ങനെയൊരു ദൈവപ്രവൃത്തി ചെയ്തെടുക്കാൻ പറ്റുന്നത്? അവളത് അർഹിച്ചതാണോ? അവളെ കൊണ്ടത് കഴിയുമോ? വലിയ ദൈവ പദ്ധതിക്ക് വേണ്ടിയുള്ള ഒരു മാനുഷിക പാത്രമായി അവൾ മാറുകയാണ്. എന്നാൽ അവൾ താഴ്മയുള്ളവരായിരുന്നു. അവൾ വിശ്വസിച്ചു, അവൾ ഏൽപ്പിച്ചു കൊടുത്തു, അവൾ അതിന് തടസ്സം നിന്നില്ല എന്നൊരു ഗുണമാണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. എനിക്കൊരാളോട് ഭയങ്കര സ്നേഹം തോന്നി, കൃപ തോന്നി. എൻ്റെ കയ്യിൽ വലിയൊരു സമ്പത്തുണ്ട്, ഇതെനിക്ക് ആ ആൾക്കൊന്ന് കൊടുക്കണം. അതിനെന്താ വേണ്ടുന്നത്? ഇത് ഞാൻ കൊടുക്കുമ്പോൾ ആ മറ്റേ വ്യക്തി ഇതൊന്ന് സ്വീകരിച്ചാൽ മതി. അതിനല്ലേ വിശ്വാസം എന്ന് നാം വിളിക്കുന്നത്. ദൈവം പറയുന്നതിനെ ഒന്നും അതിനോട് കൂട്ടിച്ചേർക്കാതെ, സംശയിക്കാതെ അതുപോലെ ഏറ്റെടുക്കുന്നതിനെ അല്ലേ വിശ്വാസം എന്ന് പറയുന്നത്. നാം നമ്മുടെ ശക്തിയിലോ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിലോ വിശ്വസിക്കണം എന്നൊരു പ്രമാണമേ ദൈവവചനത്തിലില്ല. ദൈവം പറഞ്ഞിരിക്കുന്നതിനെ നിനക്കായിരിക്കുന്നത് പോലെ ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? നീ വിശ്വസിക്കുമോ? ഈ മറിയയുടെ കാര്യമൊക്കെ ഞാൻ എന്തോരം ധ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ മെക്കാനിസം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ ഒരു പെണ്ണ്, ആരും അറിയാതെ കിടന്ന ഈ ഒരു പെണ്ണ് ചരിത്ര സംഭവമായി മാറുകയാണ്. മശിഹായെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുവാൻ കാരണമായി മാറുകയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? ദൈവം അവളെ തെരഞ്ഞെടുക്കുന്നു, അവളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവളിൽ ദൈവപ്രവൃത്തി ആരംഭിക്കുന്നു. പ്രൈസ് ഗോഡ്. കൃപയുടെയും വിശ്വാസത്തിൻ്റെയും, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല എന്നുള്ളത് നാം രക്ഷിക്കപ്പെടുന്ന ആദ്യ ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അതിനോട് പ്രവൃത്തികൾ കൂട്ടിച്ചേർക്കുവാൻ കഴിയത്തില്ല. ഇത് നമ്മളിങ്ങനൊന്ന് ധ്യാനിച്ചു പോയാൽ, നല്ലൊരു പുസ്തകം, ദ ഗ്രേസ് അവൈക്കനിങ് എന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ കോളേജ് കാലങ്ങളിൽ വായിക്കാൻ കിട്ടിയൊരു പുസ്തകമാണ്. ഇങ്ങനെ കൃപയെക്കുറിച്ച്, കൃപയുടെ ആഴങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ ഓർക്കുന്ന ഒരു ബുക്കാണിത്. കുറച്ച് വലിയൊരു പുസ്തകമാണ്. അതിനകത്ത് ഇങ്ങനെ ഈ വിഷയം തന്നെ, അതിൻ്റെ ആഴങ്ങളിങ്ങനെ പഠിപ്പിച്ചു പോകുമ്പോൾ ദ വണ്ടർ ഓഫ് ഗോഡ്സ് ഗ്രേസ്. ചിന്തിച്ചാലും നമുക്ക് ഈ കോൺസെപ്റ്റ് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലൊരു സംഗതിയാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു പ്ലാൻ അങ്ങുണ്ടാക്കി. ഇനി അതിന് എനിക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല. അമ്മയുടെ ഉദരത്തിലാകും മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, എന്നെക്കുറിച്ച് ചില പദ്ധതികൾ ഇട്ടു. അത് കാലത്തിൻ്റെ തികവിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം അങ്ങ് പ്രവർത്തിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് സൗജന്യമായി അങ്ങ് ഒഴുകി വരികയാണ്. വിശ്വസിക്കാൻ പാടാ. അത് ഏറ്റെടുക്കാൻ ശരിക്കും ഒരു താഴ്മ നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെ, എന്തുകൊണ്ട്, എപ്പോൾ, എവിടെ വെച്ച്? നമ്മുടെ ലോജിക്കല്ലേ. നമ്മുടെ ലോജിക്ക് കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഗതിയായത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒത്തിരി ഉറപ്പിക്കുന്ന ഒരു വിഷയമായത്.
കാരണം അറിഞ്ഞും അറിയാതെയും പ്രവൃത്തികളിലേക്ക്, ന്യായപ്രമാണത്തിലേക്ക് നമ്മുടെ മനസ്സ് തിരിയുമ്പോൾ ഉടനെ അവിടെ ഒരു വലിയ സ്ട്രഗിൾ നമ്മൾ പോലും അറിയാതെ അങ്ങ് തുടങ്ങും. കാരണം ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് പോലും ദൈവത്തിന് ഇനിയും പ്രവർത്തിക്കാൻ കഴിയൂ എന്നൊരു ചിന്തയാൽ നമ്മളങ്ങ് പിടിക്കപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് വേണം, മാനപാത്രങ്ങളായി നമ്മെ വേണം, നമ്മുടെ താഴ്മ വേണം, നമ്മുടെ വിശ്വാസം വേണം, നമ്മുടെ സമർപ്പണം വേണം. എന്നാൽ പ്യുവറായിട്ട് ഇന്നീ ഒരു ഉദാഹരണം കൊണ്ട് ഞാനങ്ങ് നിർത്തുകയാണ്. മറിയയുടെ ഉദരത്തിലേക്ക് കന്യകാഗർഭം ധരിച്ചതുപോലെയുള്ള ദൈവപ്രവർത്തികൾ, അതിനകത്ത് മനുഷ്യനൊരു റോളില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്യുവർ വർക്ക് ഓഫ് ഗോഡ്. സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിയിൽ ഉളവായി വരുന്ന ഒരു പ്യുവർ വർക്ക് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അതെത്ര മനോഹരമാണ്. ദിസ് ഇസ് വാട്ട് ഗോഡ് ഡിസയേഴ്സ്, ദിസ് ഇസ് വാട്ട് ഗോഡ് വാണ്ട്സ്. മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നു, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, ഒരു ഇസഹാക്കിനെ, വാഗ്ദത്ത സന്തതിയെ ഞാൻ തരാം. കുറച്ചു കാലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ, ഇനിയിപ്പം ദൈവം ഒരു സന്തതിയെ തരാമെന്ന് പറഞ്ഞു, നമ്മളും കൂടെ കുറച്ച് പ്ലാൻ ചെയ്ത് പ്രയത്നിച്ചാലല്ലേ ഇത് നടക്കൂ, വെറുതെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് സാറായുടെ സഹായത്തോടെ പദ്ധതി ഇട്ടതാണ് ഇശ്മായേൽ എന്ന് പറയുന്ന ഒരു സന്തതി ജനിക്കുകയും എക്കാലത്തും ദൈവജനത്തിന് ബുദ്ധിമുട്ടിന് കാരണമായി തീർന്ന ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയായി ഇശ്മായേൽ നിലനിൽക്കുകയാണ്. ദൈവം പറഞ്ഞു, അല്ല, അത് നിൻ്റെ പ്ലാനാ, അത് നിൻ്റെ പദ്ധതിയാ. ഞാൻ വാഗ്ദത്തം ചെയ്തു എങ്കിൽ അതിനെ ജനിപ്പിക്കുവാനും എനിക്ക് പദ്ധതിയുണ്ട്, അതിനൊരു സമയമുണ്ട്. പ്രൈസ് ഗോഡ്. ഇങ്ങനെയുള്ള ഇശ്മായേലുകളാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും നമ്മുടെ ശുശ്രൂഷകളും ഒക്കെ നിറഞ്ഞിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ സഹായിക്കാൻ അങ്ങ് ഇറങ്ങും. നമ്മളും കൂടെ വല്ലതുമൊക്കെ ചെയ്ത് ഇച്ചിരി ധൃതി വെച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ പൂർത്തീകരിക്കണ്ടേ, ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരുന്നാൽ എങ്ങനെയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതെല്ലാം പിൽക്കാലങ്ങളിൽ ഇശ്മായേലുകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ഒരു ഇശ്മായേലല്ല, ഒരു ഇസഹാക്കാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അനുഭവിക്കുവാൻ നമുക്കിടയാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അല്ല, അതിൻ്റെ ഇടഭാഗത്ത് താൻ ഇങ്ങനെയും പറയുന്നുണ്ട്, ഈ ദൈവത്തിൻ്റെ കൃപ എന്നിൽ വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെക്കാട്ടിലും എല്ലാം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, എങ്കിലും ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയത്രേ. വളരെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റായി ഉള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ പ്രകാശനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, അതിൻ്റെ ആഴങ്ങൾ അത് പഠിക്കുമ്പോൾ, പഠിച്ചു പോകുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ, എന്നാൽ കൃപ പെരുകേണ്ടതിന് നമുക്കങ്ങ് പാപം ചെയ്യാം, ഇനി നമ്മുടെ തോന്നിയ വഴിയെ അങ്ങ് നടന്നേക്കാം എന്ന് പോലും തോന്നിപ്പോകുന്നത് പോലെയുള്ള ആഴമാണ് ഈ ഒരു വെളിപ്പാടിനകത്ത് ശരിക്കും പറഞ്ഞാൽ കിടക്കുന്നത്. എന്നാൽ അത് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല, നമ്മുടെ വഴിയിൽ നടക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. ആഴമായ സമർപ്പണത്തിലേക്കും ആഴമായ വിശ്വാസത്തിലേക്കും സ്വാതന്ത്ര്യത്തോടെ വളരെ സ്വസ്ഥതയോടെ നമ്മെ നടത്തുന്ന ഒരു വെളിപ്പാടാണ് ദൈവത്തിൻ്റെ കൃപ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ചെയ്യാനുള്ള ഇഷ്ടവും ആഗ്രഹവും ശക്തിയുമെല്ലാം നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉളവാക്കുന്ന ഒരു ദൈവവചനത്തിൻ്റെ വെളിപ്പാടാണ് ദൈവകൃപ എന്ന് പറയുന്നത്. നമ്മെ ലേസിയാക്കി എവിടെയെങ്കിലും ചുമ്മാതെ കയ്യും കെട്ടി ഇരുന്ന് എന്നാൽ പിന്നെ ഇനിയെല്ലാം ദൈവം ചെയ്തോളുമല്ലോ എന്ന് പറഞ്ഞൊരു പാസീവായ നിഷ്ക്രിയതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒന്നല്ല. മറിച്ച് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, അതിനുവേണ്ടിയുള്ള താല്പര്യങ്ങളും ശക്തിയും ബലവും ധാരാളമായി നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഘടകമാണ് ദൈവത്തിൻ്റെ കൃപ. പ്രൈസ് ദ ലോർഡ്. അതിനെ മലിനപ്പെടുത്താതെ, അതിനോടൊന്നും കൂട്ടിച്ചേർക്കാതെ,
ഓ കൃപ കൃപ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ഓവറായി പോകും, ഹൈപ്പർ ഗ്രേസ് ആയി പോകും, സൂപ്പർ ഗ്രേസ് ആയി പോകും എന്നൊന്നും നമ്മൾ പേടിക്കണ്ട. ദൈവവചനത്തിൻ്റെ ഒരു വശം പഠിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഭയമില്ലാതെ നമുക്കൊന്നിറങ്ങാം. അതിനെ ബാലൻസ് ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ മറ്റ് സത്യങ്ങൾ വിട്ടുകളയാതെ ദൈവത്തിൻ്റെ പൂർണ്ണ ആലോചന നമുക്ക് ചേർത്ത് പിടിക്കാം. എന്നാൽ കൃപ കൃപ തന്നെയാണ്. അതിനോടൊന്നും നമ്മൾ ചേർക്കരുത്. അതിനോട് പ്രവൃത്തികൾ ചേർക്കരുത്. അതിനോട് ന്യായപ്രമാണം കൂട്ടിച്ചേർക്കരുത്. ദൈവത്തിൻ്റെ സകല പ്രമാണങ്ങളെയും പൂർത്തീകരിക്കുവാൻ നമ്മെ ഉള്ളിൽ നിന്നും ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ഒന്നായി ദൈവത്തിൻ്റെ കൃപയെ തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും നമുക്ക് കഴിയട്ടെ. പ്രൈസ് ദ ലോർഡ്. ദൈവം ധാരാളമായി ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.